ഭയങ്കര ക്ഷീണം. രക്തത്തിൽ ഹീമോഗ്ലോബിൻ നോക്കി, ഷുഗർ നോക്കി, തൈറോയ്ഡ് നോക്കി, ഒക്കെ നോർമൽ. ടെൻഷനാണെങ്കിൽ അതില്ല, ഉറക്കമുണ്ട് ശരിക്ക്, ഭക്ഷണം കഴിക്കേണ്ട കുഴപ്പമില്ലാതെ. എന്താ ഒരു പിടിയില്ല. വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കിയോ? വൈറ്റമിൻ ഡി നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കുറവാണെന്ന് പറഞ്ഞത്. പിന്നെ എന്തിനാ നോക്കണം? ഇല്ല, അങ്ങനെയല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതിൽ കുറച്ച് സത്യമുണ്ട്. ഇന്നത്തെ കാലത്ത് വൈറ്റമിൻ ഡി ആളുകളിൽ പൊതുവെ കുറവാണ്. നമുക്കറിയാം, വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ ചർമ്മമാണ് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്. സ്വാഭാവികമായിട്ടും വെയിൽ കൊള്ളുന്ന സമയം കുറയുമ്പോൾ, ശരീരം മൊത്തം മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുമ്പോൾ, അങ്ങനെ വെയിൽ കൊള്ളുന്ന ശരീരഭാഗത്തിൻ്റെ ഏരിയ കുറയുമ്പോൾ വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ കുറയും. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ വെയിൽ കൊള്ളൽ തന്നെ കുറവാണ്. മിക്കവാറും ആളുകൾ റൂമിനകത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. മിക്ക സമയം നമ്മൾ ഇൻഡോർ തന്നെയല്ലേ. അങ്ങനെയാണല്ലോ മോഡേൺ ലൈഫ്. ഇത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒന്നും കിട്ടില്ലേ? വെയിൽ കൊണ്ടാൽ മാത്രമേ കിട്ടൂ. വെയിൽ കൊണ്ട് കരിവാളിച്ചാൽ മാത്രമേ മറക്കുള്ളൂ അല്ലേ? ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുമ്പോൾ ചില മീനുകളിൽ, അതായത് അയല, മത്തി, ചൂര, അങ്ങനെയുള്ള ചില മീനുകളിലും പിന്നെ കോഡ് ലിവർ ഓയിലിലും ഒക്കെയാണ് അത്യാവശ്യം നന്നായിട്ട് വൈറ്റമിൻ ഡി ഉള്ളത്. പിന്നെ കുറച്ചൊക്കെ മുട്ടയുടെ മഞ്ഞക്കരുവിലും ലിവറിലും ഒക്കെ ഉണ്ട്. എത്രത്തോളം ആളുകൾ ഇതൊക്കെ വേണ്ട രീതിയിൽ കഴിക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടും കുറേ പേർക്ക് വൈറ്റമിൻ ഡി കുറവാണെന്നേ. അതിനെപ്പറ്റി കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. ഉദാഹരണമായിട്ട് കുടൽ സംബന്ധമായ അസുഖങ്ങൾ, സീലിയാക് ഡിസീസ്, ക്രോൺസ് ഡിസീസ്, കുടലിനെ ബാധിക്കുന്ന TB, പിന്നെ ചില മാലബ്സോർഷൻ സിൻഡ്രോമുകൾ, ഇതൊക്കെയുള്ള പല ആളുകൾക്കും ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻ ഡി ശരീരത്തിലേക്ക് ശരിയായി ആഗിരണം ചെയ്യപ്പെടണമെന്നില്ല. അതുപോലെ കിഡ്നി, ലിവർ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് വൈറ്റമിൻ ഡിയുടെ മെറ്റബോളിസം ശരീരത്തിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ ചില മരുന്നുകളും വൈറ്റമിൻ ഡിയുടെ മെറ്റബോളിസത്തെ ബാധിച്ചേക്കാം. അങ്ങനെ അതിൻ്റെ അളവ് ശരീരത്തിൽ കുറയും. അതുപോലെ പ്രായമാകുമ്പോൾ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനുള്ള ചർമ്മത്തിൻ്റെ കഴിവും കുറയും. മാത്രമല്ല, പ്രായമായ ആളുകൾ മിക്കപ്പോഴും വീടിനകത്ത് തന്നെ ആയിരിക്കും ചെയ്യുമല്ലോ. പിന്നെ തടിയുള്ള, ഒബീസിറ്റി ഉള്ള ആളുകൾക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആയതുകൊണ്ട് അത് തടിയുള്ള ആളുകളിൽ കൊഴുപ്പിൽ അടിഞ്ഞു ചേർന്ന് ശേഖരിക്കപ്പെടും. രക്തത്തിൽ അതിൻ്റെ അളവ് ആവശ്യത്തിന് ഉണ്ടാവില്ല. ഓർക്കുക, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ശരീരത്തിന് ക്ഷീണം ഉണ്ടാക്കും. മസിലുകൾക്ക് ബലക്ഷയവും കടച്ചിലൊക്കെ ഉണ്ടാക്കും. എല്ലുകളുടെ ബലം കുറയാം. ചിലപ്പോൾ സിവിയർ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകും എന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ ഡി ലെവൽ കൂടി ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അതന്നെ ആകെ ഒരു സുഖമില്ല, കുറവായിരിക്കും. എവിടെ വെയിലുള്ളൂ? ഏത് സമയത്ത് വെയിലുള്ള നല്ലത്? ദിവസേന ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ വെയിൽ കൊള്ളാൻ പറ്റിയാലും നല്ലത്. വെയിൽ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ നേരിട്ട് കൊള്ളണം. സൺസ്ക്രീനൊക്കെ പരട്ടിയിട്ട് വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല. സാധാരണ രീതിയിൽ രാവിലെ ഒരു 10 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെയുള്ള സമയത്തിനുള്ളിൽ വെയിൽ കൊള്ളുന്നതാണ് വൈറ്റമിൻ ഡി ഉണ്ടാവാൻ ഏറ്റവും നല്ലത്. അതെന്താ? ഈ സമയത്താണ് വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ ആവശ്യമായ അൾട്രാവയലറ്റ് ബി രശ്മികൾ അഥവാ UVB രശ്മികൾ സൂര്യപ്രകാശത്തിൽ കൂടുതലായി എത്തുന്നത്. പിന്നെ നിങ്ങൾ തീരെ വെയിൽ കൊള്ളാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്, അല്ലെങ്കിൽ വെയിൽ തീരെ ഇല്ലാത്തൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ ഗുളികകൾ കഴിക്കാം. അത് പ്രശ്നമുള്ള കാര്യമല്ല. എന്തായാലും നാളെ ഒന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കാം.